ആത്മാവ് ഇവിടെ, ശരീരം അവിടെ. ഹേ ഗൈസ്, ഇപ്പൊ ഞാൻ ഇന്ന് എവിടെയാണെന്നറിയോ? എവിടെയാന്ന് പറ. വണ്ടർല. യെസ്, വണ്ടർല. നല്ല തിരക്കായിരിക്കും. തമിഴന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുക ഗൈസ്. രണ്ട് കൂട്ടുകാരും കൂടെ വരാനുണ്ട്. 11 മണിക്ക് വരാൻ പറഞ്ഞതാ. സമയത്ത് വരാൻ പറഞ്ഞു. 11:30 വന്നില്ല. അപ്പം നമ്മള് എന്താണ്, ഇന്ന് സമ്മർ ഓഫർ തീർന്നില്ലേ ഗൈസ്? അപ്പൊ ഇന്ന് സമ്മർ ഫെസ്റ്റ് തീർന്നു. പക്ഷെ സമ്മർ ഫെസ്റ്റിൽ വലിയ കാശോറൊന്നുമില്ല. 1650 രൂപ ഒരു ടിക്കറ്റിന്. ഇവൻ 1350 രൂപയ്ക്ക് നമുക്ക് എടുത്തു തന്നു. ഇനി ആർക്ക് 1350 രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഇവനെ കോണ്ടാക്ട് ചെയ്യാം അല്ലേ? അതെ ഗൈസ്. അപ്പൊ അവന്മാര് ഒറ്റേ എടാ അവന്മാര് എന്താടാ വരാത്തെ? കുണ്ടകളെ എന്താ ചെയ്യുന്നത്? അതെ, ബാക്കിയും കൂടി പറ ഗൈസ്. 11 മണിക്ക് കയറേണ്ടതാ. 12 മണിയായിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി ഒരു ലൈൻ കുടിക്കാൻ വന്നതാ. ഞങ്ങളല്ല അവര്. ഇങ്ങോട്ട് നോക്കൂ, ഇവൻ ലേറ്റ് ആയി. എന്നിട്ട് എന്റെ തലയിലാക്കുന്നു. നീ ആദ്യമായിട്ടാണോ ഉണ്ടല്ലോ അവന്? ആണോ? പറ. ഞാൻ ഇന്നലെ രാത്രി എത്ര മണിക്ക് ഇറങ്ങണ്ടായിരുന്നു? ആരുടെ അടുത്ത് ചോദിച്ചു? എന്റെ അടുത്ത് ചോദിച്ചോ? അവന് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ചോദിച്ചില്ലേ? ഇല്ല ഇല്ല ഇല്ല, എന്റെ അടുത്ത് ചോദിച്ചാ റിപ്ലൈ. ഈ പുണ്ട സാധാരണ എത്ര മണിക്കാ വരണ്ടേ? ഒന്നും കേക്കണ്ട. നിനക്ക് ഇന്നലെ എന്റെ വീട്ടിൽ കിടന്നതായിരുന്നു. ഇന്നലെ വേറെ കേറാം. ഞാൻ മെസ്സേജ് അയച്ചോ? നമ്മൾ കേറി എല്ലാം സേഫ് ആക്കി. ഫൈനലിൽ നമ്മളെത്തി. ഇന്ന് തിരക്ക് കുറവുണ്ടോടാ? തിരക്ക് കുറവല്ല. നമ്മള് 12 മണിക്ക് ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ക്യൂ നിൽക്കാൻ പോയതാ. നിങ്ങളെ കാരണം അവര് ക്യൂ നിൽക്കാൻ പോയി. അല്ല, അപ്പൊ കയ്യില് അത് ഫാസ്റ്റ് ആയിട്ട് മാത്രമേ ഉള്ളൂ. നമുക്ക് ലോക്കർ റൂം എടുക്കാം. ലോക്കർ റൂം താഴെ 350 150 രൂപ കിട്ടും. നമ്മൾ ലോക്കർ റൂമിൽ പോവാം. നമ്മൾ ലോക്കറിന്റെ സാധനമൊക്കെ മേടിച്ചു. ലോക്കർ റൂം എന്തി? ലോക്കർ റൂം എവിടെ? താഴത്തല്ലേ? താഴത്തെ കണ്ട ലോക്കർ റൂം. പണ്ടത്തെ പോലെ ആൾക്കാരില്ലാന്ന് തോന്നുന്നു ഇവിടെ. അത് നമ്മള് കാണാത്തോണ്ടായിരിക്കും. കാണാം. ആദ്യം എതിരേടാ പറ. വെള്ളം ആദ്യം കേറ്റൂല മണ്ട. വെള്ളത്തിൽ ഇപ്പഴാ ആദ്യം പോണ റൈഡ് ഏതാ? പറ ആരേലും. പറ. മോൺസ്റ്റർ ഇല്ല ഇപ്പം. മോൺസ്റ്റർ നിർത്തി. നമുക്ക് ഇതിന് കേറിയാലോ? എടാ മറ്റു സാധനത്തിന്റെ പേരെന്താ? ഏത്? റീകോയില് വെള്ളം തെറിപ്പിക്കണല്ലേ? വെള്ളം തെറിപ്പിക്കാത്ത റോളർ കോസ്റ്റർ. അങ്ങനെ പറയണം. റോളർ കോസ്റ്ററിൽ കയറാം. പക്ഷെ ഉടുക്കത്തെ തിരക്കായിരിക്കും. റോളർ കോസ്റ്ററിനായിരിക്കും ഏറ്റവും തിരക്ക്. പക്ഷെ ഇപ്പൊ തിരക്കില്ലെങ്കിൽ നമുക്ക് കയറാം. അപ്പൊ ഗൈസ്, ഞങ്ങളത് റോളർ കോസ്റ്റർ റൈഡ് കയറട്ടെ. നമ്മൾ ഫസ്റ്റ് സ്പേസ് ഗൺ ശീലല്ലായിരുന്നോ? ഒരുത്തൻ കണ്ണടച്ച് അവനെ ഞാൻ നോക്കിയപ്പോ ഒരുത്തൻ ഞാൻ ഉണ്ടാക്കി അവനുണ്ടാക്കാതെ. നമുക്ക് അടുത്ത റൈഡാ. അടുത്ത മിസ്റ്റിക് സോസർ ഒന്നും വേണ്ട. ശോകം അല്ലല്ല. അതില് പക്ഷെ ആൾക്കാരുണ്ടോ? റീകോയിൽ എടുക്കാം. പക്ഷെ റീകോയിലായിരിക്കും തിരക്ക് കൂടുതൽ. വാ റീകോയിൽ കയറാം. നമ്മൾ റോളർ കോസ്റ്റർ റൈഡിൽ പോവാണ്. റോളർ കോസ്റ്റർ തന്നെയല്ലേ? അല്ലേ പിന്നെ റീകോയിൽ റൈഡ്. തിരക്കുണ്ടോ? പക്ഷെ വലിയ സീനൊന്നുമില്ല. ഇത് സീനായിരിക്കും. ഇവിടെ നല്ല തിരക്കാണല്ലോ. പക്ഷെ ഇനി തിരക്ക് കൂടുള്ളൂ. അപ്പൊ നമുക്ക് ഇതിൽ കയറാം. ഫാസ്റ്റ് ടാഗ് ആണെങ്കിൽ ഈ വരും കയറി. അതെ എന്ത് ക്യൂ അല്ലേ? ഭയങ്കര ക്യൂ. നീയൊക്കെ നേരത്തെ വരുവാണെങ്കിൽ ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് പോവാം. ഞാൻ ആദ്യം തന്നെ റീകോയിൽ കയറാന്ന് ഓർത്തെ. 3 വണ്ടി ബസ്, ഊബർ.
ശുഭപ്രതീക്ഷ. നീ അമ്മേനെ സ്നേഹിക്കുന്നില്ലേ? എന്റെ എല്ലാരും കൈ പിടിക്കാതെ കൈ ഇവിടെ ശരീരം അവിടെ Come on. അടിച്ചു കയറി വന്നു. എവിടെന്നാടാ? ഇതിന്റെ പേരെന്താണോ? ആ എന്തേലും ആവട്ടെ. ഇതാ നിതിൻ. ഏറ്റവും ബെസ്റ്റ് റൈഡ്. അത് നമ്മളൊന്നും കേറിയില്ലോ. അതി കേറുമ്പോ ആപ്പാവൂ. ഭൂമി പലകുത്തി. അതെങ്ങനെയുണ്ടാ സാധനം? സ്ക്വാഷ്. ഇനി ഏത് റൈഡിലായിരുന്നേ? ഇനി ഏതാ റൈഡ്? ആകാശത്തേക്ക് പോയാലോ? വാ എടാ, അവിടെ പോയി ക്യൂ കടാ, അവിടെ തിരക്കില്ല. വാ എടാ, ഇത് ഇവിടെ ക്യൂ നിക്ക്. വാ, ഇവിടെ തിരക്കില്ല. വാ. എങ്ങനെയുണ്ട്? എന്താ പറയാനുള്ളത് ആ റൈഡിൽ കയറാൻ? അത് പോണാന്ന്. ഇത് മൂടായിരിക്കും. അവിടെ പോയി ജീവൻ പോവും. ഇവിടെ ഇരുന്നില്ലേ? സീനാട്ടോ. പക്ഷെ വാള് വെക്കണവരാണെങ്കിൽ ഇവിടെ വേണം വാള് വെക്കും. നല്ലപോലെ വാള് വെക്കും. എടാ, ഇനി ഡാഷിംഗ് കാറല്ലേ? തെറിപ്പിക്ക്. ഇവിടെ എത്തിയേക്കുവാണ്. ഇവിടെ ക്യൂ. ഇവിടെ വാ. അല്ല അവിടെ തോന്നുന്നു. ഓക്കെ. ഇവിടെയാണ് എൻട്രി. ഓടിക്കാറ്. പയ്യോ. എബിനെന്തി ഇടിക്കല്ലേ പയ്യടി. ഈ സാധനം ലുലുമാളത്തെ നല്ലത് അല്ലേ? ഫുഡ് സ്പീഡില്ല. ഇനി നമ്മൾ അടുത്തേതാ പറഞ്ഞേ? മാവറിക്കാണോ? മാവറിക്ക് പോന്നോ? വാ. തിരക്കൊന്നും തണ്ടർഫോളി കയറിയാലോ? ഗൈസ്, അപ്പൊ ഈ റൈഡ് വലിയ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പയ്യെ മേളിലേക്ക് പോവും, പയ്യെ താഴത്തേക്ക് വരും. മേളിൽ പോയാൽ കുറച്ച് കാറ്റ് കിട്ടും, അത്രേ ഉള്ളൂ. ഇത് പറ്റിച്ചു. ബിലാവറേജ്. ഇത് കൊള്ളൂല. എബിനെ അവിടെ പോയി എന്റെ വീടും കണ്ടു, കടപ്പുരാറും കണ്ടു. ഞാനിപ്പോ താഴെ നിർത്തി പിടിക്കുവാ. താഴെയുള്ളത് ഗൈസ്. അപ്പൊ ഇവിടെ നിങ്ങള് കഷ്ടപ്പെട്ട് ക്യൂ നിന്ന് കയറേണ്ട ഒരാവശ്യമില്ല. കാക്കനാട് മൊത്തം കാണണേ കയറി. അവിടെ ഇനി ഫുഡ് കഴിക്കുവാണോ അതോ മാവറിക്ക് കയറാല്ലേ? ബാ, ഫുഡ് കഴിച്ചു കഴിഞ്ഞാ വേറെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടേ മറ്റേ വേറെ ഇതുപോലത്തെ റൈഡിൽ കയറാൻ പറ്റൂല. അതാണ് ഏറ്റവും വലിയ വിഷയം.
ഇതാണ് മാവറിക് ഗൈസ്. ഇത് തലകുത്തി പറയും. ഇതാണ് സംഭവം. മാവറിക്കില്ലല്ലേ? മാവറിക്കിൽ ഇങ്ങനെ ഇരിക്കും. എല്ലാം തീർന്നു, അവസാനിച്ചു, തുടങ്ങി. ഹലോ സീനടാ മോനെ, അത് സീനല്ലായിരുന്നോ? പൊളി സീൻ ശരിക്കും. ഇതിന്റെ മുഖം കാണാറുണ്ട്. അതെ, ഫുഡ് കഴിച്ചിട്ട് ഇവിടെ എങ്ങാനും കേറിയാ വാള് വെക്കൽ ഉറപ്പാ. ഇനി നമുക്ക് നമ്മുടെ ഇതിൽ പോവാ, എയറോപ്ലെയിൻ ഓടിയാ. ഇത് പുതിയ റൈഡാ. ഇത് ഞങ്ങള് വന്നിട്ട് പുതിയ റൈഡാണ്. ഇത് സെറ്റപ്പാണ്. ഇത് 4 പേർക്ക് ഒരെണ്ണം കിട്ടും. 4 പേർക്ക് എപ്പോഴെങ്കിലും കയറാം. ഇത് പറക്കണത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സംഭവം. അതെ, ഇത് കൈന് എങ്ങനെയാണ്? ഇങ്ങനെ ഒരു സാധനമുണ്ട്. അവിടെ ഇരിക്കണേ. വരുന്നു. നിങ്ങളിത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്. മസ്റ്റ് ട്രൈ. മാവറിക്കിൽ ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ സാധനത്തിന് അത്ര ഇല്ല കേട്ടോ. അതായിരുന്നു സീൻ. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാ. അതിന്റെ പേരെന്താ? ഇങ്ങനെ ഇക്വിനോക്സ് സീൻ. ഫുഡ് കഴിക്കാം ഗൈസ്. ഇനി ഫുഡ് കഴിക്കാം നമുക്ക്. ഇവിടെ ഒരു ബിരിയാണിക്ക് 300 രൂപയല്ലേ? 300 രൂപ ഒരു ബിരിയാണി. എന്താലേ, വാ ഇവിടെ കയറാം. നമ്മൾ ഇവിടെ നിന്നാണ് ഇന്ന് ഫുഡ് കഴിക്കും ഗൈസ്. ചട്ടിച്ചോറിന് 370, ബിരിയാണിക്ക് 370. എന്താലേ 390 ബിരിയാണിക്ക്. ഫുഡ് ഇവിടെ നല്ല കത്തിയാ. അല്ലടാ, നല്ല വാടക കാണുമായിരിക്കും. അതിനായിരിക്കും. അപ്പൊ ഞങ്ങൾ കഴിച്ചിട്ട് വരാം ഗൈസ്. ഫുഡെല്ലാം കഴിഞ്ഞു. എടാ, ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് നല്ലതായിരുന്നു. പക്ഷെ എന്താ റേറ്റ് അല്ലേ? ഞങ്ങൾ ഓരോന്നോരോന്ന് വെച്ച് മേടിച്ചിട്ട് ഷെയർ ചെയ്യാം. ഗൈസ്, നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ബിരിയാണിക്ക് വരെ ചട്ടിച്ചോറ് മേടിച്ച് കഴിഞ്ഞാൽ 2 പേർക്ക് ആവശ്യമായിട്ട് കഴിക്കാം. അതായിരിക്കും ബെറ്റർ. കാരണം ബിരിയാണിക്ക് 390, മറ്റേതിന് 370 അല്ലേ? അല്ല, 360 ഉള്ളൂ. പക്ഷെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നല്ല മീനൊക്കെ നല്ല ഫ്രഷാണ്. അപ്പം ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ചട്ടിച്ചോറ് എടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. എടാ, അവനെ അങ്ങോട്ട് താഴ്ത്തിക്കിട. അപ്പൊ ഗൈസ്, ഇനി നമ്മൾ ഏതാ മറ്റേ വാട്ടർ റൈഡിൽ പോണു. വാട്ടർ റൈഡിൽ അല്ലേ പിന്നെ? വാട്ടർ റൈഡ്, വണ്ടർ സ്പ്ലാഷ്. ഇവിടെ എവിടെ? നമ്മൾ ചെരുപ്പിടാൻ വന്നല്ലേ. വണ്ടർ സ്പ്ലാഷ്. വണ്ടർ സ്പ്ലാഷില് മൊബൈൽ സ്പ്ലാഷ് അടിക്കോ? കോർണറ്റോ എന്തിലാവട്ടെ, ഇവിടെ ചെയ്യാം. ഇത് ഡബിളാ ഗൈസ്. ഡബിൾ. അപ്പൊ നീ സിംഗിൾ ആയിട്ട് എൻ്റെ കൂടെ. അയ്യോ, നീ എന്നും സിംഗിൾ ആണല്ലോ. ഒരു തംസപ്പ് ഇരുന്നിട്ട് എബിനിപ്പൊ പേടിച്ചിരിക്കണേ. നീ എന്നീ കാണിക്കണേ. ഇവിടെ മഴയാണ് വരാൻ പോണത്. ഇനി അടുത്ത ഏത് റൈഡിലാ കയറണേ? നമ്മൾ ഏത് റൈഡിലാ കയറണേ? ഇതിനെ ഏതാ റൈഡ് അറിയില്ലേ? ഏതാ? അത് നല്ല റൈഡാ. പോയി ഗൈസ്. മിക്സർ മാറ്റിയ പിന്നെ ആ പോണതിന് ഭയങ്കര വിഷമം. ആരാ പോണേ? ഏത്? ആ ചെറുക്കനല്ലേ? ഫസ്റ്റ് അതോ? അതല്ല, ഞാൻ പറഞ്ഞ ചെറുക്കൻ. നോക്കാട്ടോ, നീ കണ്ടോട്ടോ. ഫസ്റ്റ് ആ ചെറുക്കൻ. കണ്ടോ? നീ കണ്ടോട്ടോ? മെസ്സി ആയിക്കോളൂ. കണ്ടോ മെസ്സി? കണ്ടോ? ഇപ്പൊ തീർന്നോ നിന്റെ ഓളെ പോക്കണ്ടോ? അണ്ണനോടെ എത്തി. ഫൈനലി നമ്മൾ വേവിന്റെ അടുത്തെത്തി.
നമ്മുടെ സബ്സ്ക്രൈബർ അല്ലേ? വെള്ളത്തിൽ പോയ നീ വെള്ളത്തില് വേവില് പോവാ. വേവില് പോവല്ലേ? അത് എനിക്കറിയാം. സബ്സ്ക്രൈബറിനെ കിട്ടി. ഗൈസ് കുറച്ച് കഴിയുമ്പോ ഇപ്പൊ വേവ് വരും. ഇനി എത്ര മിനിറ്റ് കൊണ്ട് വേവ് വരാൻ? 10 മിനിറ്റിൽ ഇപ്പൊ വേവ് വരാനായിരിക്കും. നമ്മൾ ശിവനെ മിസ് ചെയ്യുന്നു. ഞങ്ങൾ പറയില്ല. അവനോട് മര്യാദ വരാൻ പറഞ്ഞല്ലോ. ഗൈസ് ഞങ്ങള് അതെ അതെ എനിക്കാണോ തോന്നണേ? നിനക്കെന്താ തോന്നണേ? ഇനിയിപ്പം നമ്മള് വേറെ റൈഡിൽ കയറുന്നുണ്ടോ? വേറെ റൈഡിൽ കയറുന്നുണ്ടോ? റെയിൻ ഡാൻസ്. ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്ത് അങ്ങനെ ഉണ്ടാവും. അലമ്പായിരിക്കോ? വേവ് വരുമ്പോ ഒരു വീഡിയോ കൂടി പിടിക്കാം. ഫോൺ പൊങ്ങൂലേ? ആണോ? നമ്മളിങ്ങനെ പോകൂലേ? നമുക്ക് നോക്കാം. ലാസ്റ്റ് റൈഡാ. ലാസ്റ്റ് റൈഡ് ജയിലിൽ കയറാം. പക്ഷേ ഇത് നമ്മുടെ ലാസ്റ്റ് റൈഡ്. ഇത് എനിക്ക് മസാല ദോശ കേട്ടോ. മസാല ദോശ നിനക്ക് വേണ്ടി വേണ്ട. ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? 5-6 വർഷം വണ്ടർലയിൽ പോയതിന്റെ ഫീൽ. 3 തവണ റീകോയില് 3 പ്രാവശ്യം റീകോയില് 3 പ്രാവശ്യം നമ്മൾ കേറാൻ പ്രേരണ എന്നത് ഇവൻ. അതെ ഞങ്ങളൊരു കൂട്ടുകാരനുണ്ടായിരുന്നു എല്ലാ റൈഡിലും പോവാന്ന്. പക്ഷെ ഞങ്ങൾ തെളിയിച്ചു ഫാസ്റ്റാഗ് ഇല്ലാണ്ട് എല്ലാ റൈഡിലും പോയി. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അതെ ഗൈസ് ഒരു കിടിലൻ സെറ്റപ്പ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഇത്രയും കാലം വീഗാലാൻഡ് പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് മൺസൂണിന്റെ എന്തോ സംഭവം. പക്ഷേ പിന്നെ എനിക്കൊരു ഇത് പറയാനുള്ളത്, ഈ ലാൻഡ് റൈഡ് നിങ്ങൾ ഏറ്റവും അവസാനത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഓടി നടന്ന് കയറാം. 1-2 പ്രാവശ്യം ക്യൂ നിൽക്കാതെ. അങ്ങനെയല്ല, ഒരു 4 മണിക്ക് നിങ്ങൾ ലാൻഡ് റൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഒട്ടും തിരക്കുണ്ടാവില്ല അല്ലേ? അപ്പൊ നിങ്ങൾ വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാ, അത്രേ ഉള്ളൂ. ഫാസ്റ്റാഗ് എടുത്തതല്ലേ? ശരി.